പള്ളീനെ കുറിച്ച് അറിയാത്തവരായിട്ട് പ്രത്യേകിച്ച് ആരും ഉണ്ടാവത്തില്ല. ജർമ്മനിയിലെ കത്തീഡ്രലാണ് ഡോം. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഔട്ട്സൈഡ് വിശേഷങ്ങളായിട്ട് ഞാൻ പറഞ്ഞു വരാം. ഞങ്ങളുടെ ഇടവക പള്ളിയിൽ എല്ലാ മാസവും ഒരു ദിവസം മലയാളം കുർബാനയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് കൂടി നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കത്തീഡ്രലിലോട്ട് വരാം, അതിൻ്റെ പരിസരമൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിള്ളേർ ഒരു സൈഡിൽ കൂടെ തകർത്ത് വാരി കളിക്കുന്നുണ്ട്. ട്രെയിനുകൾ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ, അതായത് പള്ളിയുടെ ചേർന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുന്നത്. ഇതൊരു വലിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഓൾമോസ്റ്റ് ഇവിടെ എത്തി വരാനായിട്ട്, ഇവിടെ ഈ പള്ളി കാണാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തുനിന്നും ആൾക്കാർ വരുന്നുണ്ട്. അവർക്ക് വന്ന് കാണാൻ ഏറ്റവും എളുപ്പമുള്ള വഴി ഈ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. കാരണം ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നമ്മൾ എക്സിറ്റ് വഴി നേരെ നോക്കുന്നത് ഈ പള്ളിയിലോട്ടാണ്. ഇതൊരു വലിയ റെയിൽവേ സ്റ്റേഷൻ ആയതിന് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തു നിന്നുള്ള ട്രെയിനുകൾ ഇവിടെ പാസ് ചെയ്യും. ഇതൊരു ബുള്ളറ്റ് ട്രെയിനാണ് പോകുന്നത്. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഇങ്ങനെ ട്രെയിനുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഈ ട്രെയിൻ പോകുന്നത് കടന്നു വരുന്നത് ഒരു പാലത്തമ്മയ്ക്കൂടെയാണ്. ഈ പാലത്തമ്മ ഉള്ളതാണ് നമ്മളെല്ലാവരും കിട്ടുന്നുണ്ടാവും ലവ് ലോക്ക് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓരോരുത്തരുടെ വിശ്വാസപ്രകാരം സ്നേഹിതരൊക്കെ, പ്രേമിക്കുന്നവരൊക്കെ, അല്ലെങ്കിൽ താക്കോലുകളൊക്കെ കൊന്നിങ്ങനെ അവരുടെ പേര് എഴുതി ലവിൻ്റെ സിമ്പലൊക്കെ എഴുതി വെച്ചിട്ട് അവിടെ കൊന്ന് പൂട്ടിയിടും. ഇതുകൊണ്ട് വല്ല കാര്യസാധ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഉണ്ടാവുമെന്ന്. ഒരു താക്കോലും കൊണ്ട് എന്തെങ്കിലും എഫക്റ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല. എങ്കിലും ഈ ബ്രിഡ്ജിൻ്റെ ത്രൂ ഔട്ട് ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെ, ഈ സൈഡ് മാത്രമല്ല അപ്പുറത്തെ സൈഡ്, രണ്ട് സൈഡിലും ഇതുപോലെ നിറച്ച് താഴെയാണ്. അത്രമാത്രം വെയിറ്റ് ഈ താങ്ങിയാണ് ഈ പാലം ഇവിടെ നിൽക്കുന്നത് തന്നെ. ഈ പാലത്തിൻ്റെ താഴെ, അതായത് താഴെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അതും ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ, ടൂറിസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, അതുപോലെ ആൾക്കാർ 24 മണിക്കൂർ ഇവിടെ ഫുൾ ടൈം ആൾക്കാരായിരിക്കും. ആ ഒരു ഷിപ്പ് റെസ്റ്റോറൻറ്റ് പോലെ പ്രവർത്തിക്കുന്നതാണ് കേട്ടോ. അവിടെ നിന്ന് നേരെ നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്നത് ഈ കത്തീഡ്രലാണ്. അവിടെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. അപ്പോൾ കത്തീഡ്രലിൻ്റെ അടുത്തേക്ക് മൊത്തം എനിക്ക് അങ്ങനെ നമ്മുടെ മൊബൈലിലൊന്നും അങ്ങനെ പതിയത്തില്ല, കാരണം അത് അത്രയ്ക്ക് പാടാണ്. കാരണം ഇത് ഒരു സൈഡ് മാത്രമാണ് ആ പള്ളിയുടെ, ബാക്ക് സൈഡാണിത്. മറ്റേ ഫ്രണ്ട് സൈഡിൽ നിന്നൊന്നും എടുക്കാനൊക്കെ ഇച്ചിരി പാടാണ്, കാരണം അതുപോലെ ആൾക്കാരായിരിക്കും ഫ്രണ്ട് സൈഡിൽ. ഈ പള്ളി 24 മണിക്കൂറും, അതായത് ഒരു ദിവസം പോലും ഇതിൻ്റെ പണിയില്ലാത്ത ദിവസങ്ങളില്ലെന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ പള്ളി ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ്. പണി തീർന്നിട്ട് ഒരു ദിവസം പോലും ഈ പള്ളിക്ക് ഉണ്ടാവത്തില്ല. അപ്പം ഞങ്ങളെല്ലാവരും ക്ഷീണിച്ച് കുറച്ച് നടന്നല്ലേ നേരത്തെ ക്ഷീണിച്ച് വെള്ളത്തിലൊക്കെ കളിച്ച് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് താഴെ വെള്ളത്തിൽ കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഒരു ഫോട്ടോഫോസിനും ഇതൊക്കെ വേണ്ടിയിരിക്കുകയാണ്. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. പള്ളിയുടെ ഒരു സൈഡ് എപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുക, എപ്പോഴും ആ പള്ളിക്ക് ഇങ്ങനെ പണിതുകൊണ്ടേയിരിക്കും. അതുപോലെ നേരെ നോക്കുന്ന പള്ളിയുടെ സൈഡ് നോക്കുന്നത് നമ്മുടെ ടൗൺ ഏരിയ ആണ്, ഒരു വലിയൊരു ടൗൺ ഏരിയ ആണ്. അതാ കാണുന്നത് റെയിൽവേ സ്റ്റേഷനാണ്, ഡേബെ എന്ന് പറയുന്നത് ഡോയ്ച്ചെ ബാനാണ്. അവിടുന്ന് എക്സിറ്റിന് നേരെ കാണുന്നത് ഈ പള്ളി. പള്ളിയുടെ ഒരു ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭംഗി തന്നെയാണ്. നമുക്ക് ഇങ്ങനെ എത്ര വിശദീകരിച്ചാലും എക്സ്പ്ലെയിൻ ചെയ്താലും ഒന്നും മതിയാവത്തില്ല. കാരണം അതൊരു വേറെ ടൈപ്പ്, എന്താ പറയുക, മൊബൈലിലൊന്നും റീച്ച് ആവില്ല, കണ്ണുപോലും നമ്മുടെ നേരെ ചൊവ്വ അങ്ങ് മേളിലോട്ട് എത്തത്തില്ല, അത്രമായൊരു കൂറ്റൻ പള്ളി. അപ്പോൾ നടത്തൊക്കെ കഴിഞ്ഞ് ഓരോ ഫുഡൊക്കെ കഴിച്ച് രാത്രി 12:00 കൂടി ട്രെയിനൊക്കെ കയറി തിരിച്ച് ഞങ്ങൾ അതാത് സ്ഥലങ്ങളിലേക്ക് എത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.